10ാം വയസ്സിൽ തുടങ്ങിയ കൃഷി 74ാം വയസ്സിലും അർപ്പണ മനോഭാവത്തോടെ ചെയ്യുന്ന അഭിമാനിയായ കർഷകനാണ് വയനാട്ടിലെ ചെറുവയൽ രാമൻ. 60 ഇനം പൈതൃക നെൽവിത്തുകൾ കൃഷി ചെയ്യുകയും കാർഷിക കേരളത്തിന് അവ പകർന്നു നൽകുകയും ചെയ്യുന്ന ചെറുവയൽ രാമനെ രാജ്യം 2023 പരമോന്നത ബഹുമതിയായ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. കൃഷിയും കർഷകനും രാജ്യത്തിൻ്റെ ഭാവിയും ഭാസുരമാവുന്നതിനുള്ള അനുഭവ സാക്ഷ്യം കാരവൽ മീഡിയയുമായി അദ്ദേഹം പങ്കുവയ്ക്കുന്നു. നിയമം ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ല, നിയമത്തിനൊരു പഞ്ഞുമില്ല, നടപ്പിലാക്കുന്ന കാര്യത്തിലാണ് പഞ്ഞം. അല്ലേ? കൃഷി പദ്ധതികളും അതുപോലെ തന്നെ എല്ലാം ഇന്നലെ ഗണേഷ് കുമാർ വകുപ്പെടുത്തിട്ട് എന്താ പറഞ്ഞല്ലോ, ഒരു കണക്കില്ല, വകുച്ചില്ല, കണക്കുമില്ല, ഒന്നുമില്ല, വെറുതെ വണ്ടിക്കിന് കൂടുക. എല്ലാ പ്രിയപ്പെട്ടവർക്കും കാരവൽ മീഡിയയുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് മലയാളത്തിന്റെ മുഖശ്രീയായ പത്മശ്രീ ചെറുവയൽ രാമനാണ്. വയനാട്ടിൽ ജനിച്ചു വളർന്ന് തനത് കാർഷിക രീതിയും ജീവിത സമ്പ്രദായങ്ങളും 75ാം വയസ്സിലും തുടർന്നും വളരെ ആത്മാർത്ഥതയോടുകൂടി നിർവഹിച്ചു പോരുന്ന ശ്രീ ചെറുവയൽ രാമേട്ടനെ സ്വാഗതം. നമുക്ക് എന്ത് തന്നെയായാലും കൃഷി നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഇല്ലാതാവുക എന്ന് പറയുന്നത് രാമേട്ടനെ പോലുള്ള അനുഭവ സമ്പത്തുള്ള പൈതൃക സമ്പാദ്യങ്ങളുള്ള ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അപ്പൊ കൃഷിയെ നമ്മൾ എന്ത് തന്നെയായാലും തിരിച്ചു പിടിക്കണം. കേരളത്തിന്റെ മുഖം എന്ത് തന്നെയായാലും കാർഷികം തന്നെയാണ്. അങ്ങനെ കേരളത്തിന്റെ പഴയൊരു കൃഷി രംഗത്തുള്ള പ്രതാപത്തെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും നിർദ്ദേശം മുമ്പിലുള്ള നിർദ്ദേശം. കാരണം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, 60-70 വയസ്സ് പ്രായമുള്ള ആളുകളുടെ ശേഷം കൃഷി നിൽക്കും. പിന്നെ ഇനിയിപ്പോ എങ്ങനെ നമുക്കിത് കൊടുക്കാം? അപ്പൊ നമുക്ക് ഈ പിള്ളേർക്ക് ആശ ഇട്ട് കൊടുക്കണം. അത് എന്താണ് ആശ? കൃഷിക്കാർക്ക് ഇനി ശമ്പളം കൊടുക്കണം, കർഷകന് ശമ്പളം കൊടുക്കണം, ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന കർഷകന് ശമ്പളം കൊടുക്കണം, അവരുടെ കൃഷിക്കാരുടെ ഭാര്യമാർക്ക് പ്രസവാനുകൂല്യം കൊടുക്കണം. അതായത് ഒരു സർക്കാർ ജീവനക്കാരനുള്ള സർക്കാരിന്റെ പെണ്ണുകൾ മാത്രമേ നൊന്ത് പ്രസവിക്കുള്ളൂ. നമ്മൾ കർഷകരുടെ ഭാര്യകളെ നൊന്ത് പ്രസവിക്കില്ല, അവർക്ക് നോക്കുന്നില്ല, അവരെന്താ വെറുതെ ഇട്ടുവിടുക. എനിക്കൊരു ദേഷ്യം പിടിക്കുന്നില്ല, ഞാൻ വികാരപരിതനായിട്ട് പറയുകയാണ്. അവർക്ക് ശമ്പളം 6 മാസം 7 മാസം ശമ്പളത്തോടു കൂടി ഇല്ല, നീ കൊടുത്തില്ലേ? വെറുതെ തിന്നിരിക്കല്ലേ അവിടെ. നമ്മുടെ പെണ്ണുങ്ങൾ എന്താ ചെയ്യുന്നില്ല, പാടത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് വൈകുന്നേരം വന്ന പ്രസവം. ഇതേ നിങ്ങൾ ആലോചിച്ചിട്ട്, 2 പൗരന് വളർത്ത ജനാധിപത്യ രാജ്യം, മതേതര രാഷ്ട്രം, തുല്യ സമത്വം. അങ്ങനെയാണ് തുല്യ സമത്വമാണ് ഇവിടെ നിർത്തുന്നത്. ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് 12ഓളം ആവശ്യം പറയേണ്ടത്, നമ്മുടെ കൃഷിക്കാരുടെ ഭാര്യമാരെ പ്രസവാനം കൊടുക്കണം, കൃഷിക്കാരുടെ മക്കൾക്ക് കല്യാണം കഴിക്കാനുള്ള ഗ്രാന്റ് കൊടുക്കണം. അതുകൊണ്ടാണ് ബാങ്കിൽ പണയം വെക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്. അതുകൊണ്ട് കല്യാണത്തിനുള്ള ഗ്രാന്റ് കൊടുക്കണം കുട്ടികൾക്ക്. മാത്രമല്ല, കൃഷിക്കാരുടെ മക്കൾക്ക് കോളേജുകൾ ഇത്ര കോട്ട നിശ്ചയിക്കണം. അവർക്ക് ഏത് കോളേജിലായിക്കോട്ടെ, MBBS ആണെങ്കിലും LLB ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ഇത്ര ശതമാനം കൃഷിക്കാരുടെ മക്കൾക്കാണ് ഫിക്സഡ് ആയിട്ട് വെക്കണം അവിടെ. അവർക്ക് അതിന് മാത്രമല്ല, അവർക്ക് ഫീസിൽ ഇളവ് കൊടുക്കണം. ദരിദ്രനായ കർഷകനാണ്, ഫീസിൽ ഇളവ് കൊടുക്കണം. അങ്ങനെ ഒരുപാട്. മാത്രമല്ല, കൃഷിക്കാരുടെ കുടുംബത്തെ ഇൻഷൂർ ചെയ്യണം. കുടുംബത്തെ ഇൻഷൂർ ചെയ്യണം, കൃഷിക്കാരനല്ല, ആ കുടുംബത്തെ ഇൻഷൂർ ചെയ്യണം. ആ മോൻ തെങ്ങിൽ കയറും, വീഴും, കഴുകിൽ കയറും, വീഴും, മുളക് പറിക്കാൻ കയറും, വീഴും, കാലൊടിയും കൈയൊടിയും മരണപ്പെടും, പലതും സംഭവിക്കും. അതുകൊണ്ട് ഇൻഷൂർ വേണം. തീർന്നില്ല, അവർക്കൊരു ഐഡന്റിറ്റി കാർഡ് വേണം. എല്ലാവർക്കും കഴുത്തിൽ തൂക്കി നടക്കുന്നുണ്ടല്ലോ, അല്ലേ? സർക്കാർ ജീവനക്കാരനാണെന്ന് പറഞ്ഞിട്ട് കൃഷിക്കാരനാണെങ്കിൽ ഞാനൊരു കൃഷിക്കാരൻ പറഞ്ഞൊരു കാർഡ് തൂക്കി കൊടുത്തൂടെ? തീർന്നില്ല വിഷയം. സർക്കാർ ജീവനക്കാരൻ, ഒരു സർക്കാർ കൃഷിക്കാരൻ ഓഫീസിൽ ഒരു മാന്യമായി സാർ ഇരിക്കുന്നു പറയണം, സാർ ഒന്ന് ഇരിക്കണമെന്ന് പറഞ്ഞു. ജയ് ജവാൻ ജയ് കിസാൻ. ആരാണ് ജയ് ജവാൻ, ആരാണ് കിസാൻ? ഇവരാണ് നാടിന്റെ നഷ്ടം. ആരാണ് ജവാൻ? നിങ്ങളുടെ മോനാണ്. ആരുടെ മോൻ? നിങ്ങളുടെ മോൻ. എവിടെ? ചൈനയുടെ വെടിമുന്നിൽ. മനസ്സിലല്ലേ? ഇതൊക്കെ ഞാൻ വ്യക്തമായി കണ്ടാണ്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും രാജ്യം വികാരം കൊള്ളുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെന്ന് ചെയ്യാം? എന്റെ രാജ്യം
സമ്പത്തായി വളരാനും എന്റെ രാജ്യത്തിലെ ജനങ്ങൾക്ക് രോഗമില്ലാത്ത രാജ്യമാക്കാനും നല്ല ഭക്ഷണം കൊടുക്കേണ്ട രാജ്യമാക്കാനും മറ്റൊരു രാജ്യത്തിന്റെ മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് പറയേണ്ട ചങ്കുറ്റ് ആർക്കുണ്ടാവും? അവിടെ ഭരണാധികാരിക്കുണ്ടാവും. കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ആ ചങ്കുറ്റ് കൂടി കാണിക്കണ്ടേ? കാണിക്കണം. പിന്നെന്താ അങ്ങോട്ടുള്ള പെണ്ണിന്റെ സാരി മേടിച്ച് കല്യാണത്തിന് അതാണ് വലിയ മകമാണ് അല്ല. മെട്രോ സിറ്റി കൊണ്ടൊന്നും നമ്മുടെ ബസ് പടക്കില്ല. മെട്രോ സിറ്റി ആർക്കെന്നറിയോ? വിദേശത്ത് വരുന്ന മറ്റേ പുകച്ച കാണിക്കാനായി ഇതൊക്കെ. ഞാൻ എങ്ങനെയാ പറയുക? ഇപ്പൊ രാമേട്ടന്റെ ജനനവും കൃഷി പാരമ്പര്യവും വന്ന വഴികളും ഇപ്പോൾ സംരക്ഷിക്കുന്ന നെൽവിത്തനങ്ങളുടെ കാര്യങ്ങളും ഒക്കെ ഒന്ന് വിശദീകരിച്ചാൽ. എൻ്റെ ജനനം എന്ന് പറയുമ്പോൾ 1952 ജൂൺ മാസം ആണ് എൻ്റെ ജനനം. പക്ഷേ 5-6 വയസ്സിലപ്പോൾ ഞാൻ സ്കൂളിൽ ചേർന്നു. 5ാം ക്ലാസ്സിൽ മാത്രമേ ഞാൻ വിദ്യാഭ്യാസം ചെയ്തുള്ളൂ. കൂടുതൽ വിദ്യാഭ്യാസം കഴിഞ്ഞില്ല. പിന്നെ 10 വയസ്സ് മുതൽ നമ്മൾ കൃഷിപ്പാടത്ത് ഇറങ്ങി പറയുന്നത്. അങ്ങനെ ഇപ്പോൾ 74 ഏകദേശം 64 വർഷക്കാലം കൃഷിപ്പാടത്ത് എൻ്റെ ഇടയ്ക്കൊക്കെ ചില സാമൂഹിക പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയം ഉണ്ടായിരുന്നു, ബാങ്ക് ഉണ്ടായിരുന്നു, ഡയറ്റ് ബോർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ വിവിധ മേഖലയിൽ സാമൂഹിക പ്രവർത്തനം വിവിധ മേഖല ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും കൃഷിയാണ് എൻ്റെ മുഖ്യ തൊഴിൽ. അന്ന് 1989 അമ്മാവൻ്റെ മരണശേഷം അന്നൊരു 5-6 തരം വിത്തുണ്ടായിരുന്നു. ആ വിത്തും പിന്നെ 2000 മുതൽ ഇങ്ങോട്ട് ഈ രാസവളം ഇട്ടിട്ടും കീടനാശിനി ഇട്ടിട്ട് ഭൂമിന്റെ ദോഷഫലങ്ങളും അവിടുത്തെ ജീവാണുക്കളെ മരണം കണ്ടു ഞാൻ പിന്നെ ആ കീടനാശിനി വേണ്ട വെച്ചു. ഇപ്പോഴും ഇത്രയും കാലം 45-50 വർഷമായി രാസവളം പൂർണ്ണമായും ജൈവ കൃഷിയാണ്. പക്ഷെ ഇത് കാണാനും പഠിക്കാനും ഒക്കെ എൻ്റെ വീട് വന്ന് നോക്കിയാൽ അറിയാം. എൻ്റെ വിസിറ്റേഴ്സ് ബുക്ക് മാത്രം പരിശോധിച്ചാൽ അറിയാം എത്ര പേര് ഇവിടെ വന്നു കാണുന്നു, എത്ര ആളിവിടെ പങ്കെടുത്ത് കാണുന്നു, എന്തെല്ലാം അന്വേഷണങ്ങൾ ഇവിടെ വന്നതെന്നും എൻ്റെ വിസിറ്റേഴ്സ് ബുക്ക് പരിശോധിക്കുമ്പോൾ ഒരു രേഖയുണ്ടാവും. വെറുതെ പറയില്ല. ആ രേഖകൾക്ക് ഏറ്റവും വലിയ സാക്ഷിയാണല്ലോ രാഷ്ട്രം പത്മശ്രീ തന്നെ ബഹുമാനിച്ചത്. അപ്പൊ അങ്ങനെ പിന്നെ ഒരു 3000-4000 പേജ് എഴുതിയ ബുക്ക് വിസിറ്റേഴ്സ് ബുക്ക് ഒരു നിധി പോലെ ബുക്ക്. അപ്പൊ ഞാനിത് എന്തിനാണ് സൂക്ഷിക്കുന്നത് എന്താണ് ചോദിച്ചാൽ എൻ്റെ ഒരു ജീവിതകാലം വരെ എൻ്റെ ജീവിത ചരിത്രം, എൻ്റെ ജീവിത രേഖ മറ്റൊരാൾക്ക് കാണട്ടെ, കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് സൂക്ഷിക്കുന്നത്. ഒപ്പം തന്നെ എൻ്റെ ജീവിത ചരിത്രം അല്ലെങ്കിൽ എൻ്റെ യാതനയുടെ ചരിത്രങ്ങളും ഒക്കെ രേഖപ്പെടുത്തുന്ന ഒരു ബുക്കും എഴുതിയിട്ടുണ്ട്. ചെറുവയൽ രാമന്റെ ആത്മാവെന്ന് പറഞ്ഞ ബുക്കുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇന്നും രാജ്യത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്. എല്ലാ കഷ്ടവും നഷ്ടവും വീട്ടുകാരെതിരായിരുന്നു, മക്കളെതിരായിരുന്നു, എല്ലാവരും എതിരായിരുന്നു. ഞാൻ ഏകനയായി നിന്നു. അവരൊക്കെ വീട്ടുകാരവൻ ഭാര്യ പറയുന്നതും മോൻ പറയുന്നതും ഒക്കെ കേട്ടും അനുസരിച്ചും തല കുനിച്ച് നിന്നു. അവർ പറഞ്ഞ എല്ലാം കേട്ടു. അവരെന്തു പറയട്ടെ എന്ന് ഞാനും അങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരുന്നു. എന്തിനേറെ പറഞ്ഞ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ബ്ലൗസ് മേടിച്ചു കൊടുക്കേണ്ട കാശ് എനിക്ക് എൻ്റെ ഈ കൃഷി ഞാൻ വാങ്ങിക്കൊടുത്തിട്ടില്ല. ഇത്ര കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് ഈശ്വരൻ എൻ്റെ ദുഃഖവും സങ്കടം കൊണ്ടായിരിക്കാം ലോകത്ത് വെച്ച് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം അംഗീകരിച്ചുകൊണ്ട് പത്മശ്രീ അവാർഡ് അവിടെ നമുക്ക് വീണ്ടും കൃഷിയിലേക്ക് തന്നെ പോവാം. ഇപ്പൊ 60 ഇനം നെല്ലുകള് നിങ്ങൾ കൃഷി ചെയ്ത് പരിപാലിച്ച് എത്രയോ വർഷങ്ങളായി ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതില് കുറച്ചെണ്ണത്തിന്റെ എങ്കിലും പേരും അതായത് പ്രത്യേകതകളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമായി പറയാം. അതായത് 6 മാസം, അതായത് 200 ദിവസം മുപ്പടായി, 150 ദിവസം മുപ്പടായി, 120 ദിവസം, 90 ദിവസം, ഇങ്ങനെ ഒരു 4 ടൈമിന്റെ വിളവുള്ള നെല്ല് തരാൻ. അതിൽ ഏറ്റവും മൂപ്പ് കൂടിയെന്ന് പറയുമ്പോൾ വെളിയൻ, ചെന്താടി, മുണ്ടകൻ, ചെമ്പകം ഇതൊക്കെ 200 ദിവസം വരും. തൊണ്ടി, ചെന്നൽ തൊണ്ടി, കണ്ണിച്ചെന്നൽ, കോതാണ്ടൻ, പാൽവളിയൻ, അടുക്കൻ ഇങ്ങനെയുള്ള നെല്ലുകൾ. പിന്നെ ഗന്ധകശാല, ജീരകശാല 5 മാസം, അതൊരു ഭാഗം. ഈ ജീരകശാല, ഗന്ധകശാല എന്ന് പറയുന്ന സുഗന്ധമല്ല കേട്ടോ. ഇപ്പം ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നില്ല. അത്
അങ്ങനെ 5 മാസം. പിന്നെ കല്ലടിയാരൻ, ഒക്കം പുഞ്ച, ഓണമട്ടൻ, പാൽത്തൊണ്ടി, പാൽവഴി ഇങ്ങനെയുള്ളതൊക്കെ 4 മാസം. പിന്നെ ഞവറ, 90-ാം തൊണ്ടി, 90-ാം പുഞ്ച, വെറും 3 മാസം. അങ്ങനെയുള്ള നെയ്ത്തുകൾ ഇതൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ ചോദിച്ചാൽ നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ ഇതൊക്കെ പോകും, ഇതൊക്കെ നഷ്ടപ്പെട്ടു കഴിയും. എല്ലാ വർഷവും ഇത് കൃഷി ചെയ്യുകയും മതിയാവും. അത് ഒരിക്കലും അടുത്ത പ്രാവശ്യം ആക്കാൻ വേണ്ടി വെച്ചാൽ വിറ്റുപോകും. ഈ നെൽകൃഷി ഇത്തരം വ്യത്യസ്തമായ ഇനങ്ങളെല്ലാം തന്നെ തൊട്ടടുത്ത ഒരേ വയലിൽ തന്നെയാണോ കൃഷി ചെയ്യുന്നത്? അതെ, അല്ല ഒരേ വയലാണ്. ഒരേ വയൽ എന്ന് പറയുമ്പോൾ അതും പറയാം. അതായത് ഒരു വിത്ത് ഒരു സെന്റ് സന്ദർശിക്കും, അതിൽ കൊള്ളില്ല. അപ്പൊ അത് കൊണ്ടുവന്ന് കൊഴിച്ചെടുത്ത് ഉണക്കി സൂക്ഷിച്ച് താങ്കൾ വിത്ത് ചോദിക്കുമ്പോൾ ഞാൻ 1 കിലോ 1/2 കിലോ കൊഴിച്ചു നിങ്ങൾ കൊണ്ടുപോയി ഡെവലപ്പ് ചെയ്തു. പക്ഷെ വിലയില്ല. ഞാൻ എത്രയാണോ തന്നത് എനിക്ക് തിരിച്ചില്ല. വിലയല്ല. അങ്ങനെ ഇതുവരെ കൊണ്ടുപോയ വിത്തുകളൊക്കെ കുറെ ആളുകൾ തരും, കുറെ ആളുകൾ തരില്ല. തരാതിരിക്കുമ്പോൾ എന്തെങ്കിലും മാനസികമായിട്ട് അങ്ങനെ ഒരു മാനസിക വിഷമില്ല. വളരെ വിവരമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാനെന്ന് പറഞ്ഞ് ഞാൻ പോകും. അത് വിവരമില്ല, സംസ്കാരമില്ല, മര്യാദയില്ല, ബഹുമാനില്ല. എന്നോട് എന്ത് അർത്ഥം പറയാൻ അല്ലേ? അർത്ഥമില്ലാത്തവൻ അർത്ഥം കിട്ടി അർദ്ധരാത്രി കുടം വിൽക്കുന്ന ആളുകളല്ലേ. അതിന് ഞാൻ ചെയ്യും. അപ്പൊ ഈ തൊട്ടടുത്ത് തന്നെ ഈ നെൽകൃഷികൾ പലതരത്തിലുള്ള നെല്ല് ഇനങ്ങൾ ചെയ്യുമ്പോഴേ ക്രോസ് പോളിനേഷൻ ക്രോസ് പോളിംഗ് നടക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം കൂടാതെ മറ്റുള്ള നെല്ലിന്റെ പൂമ്പൊടി വല്ല നെല്ലിന്റെ ഒന്ന് ഈ ക്രോസ് പോളിംഗ് നടത്തുന്ന ആരാ നടത്തുന്നത്? വണ്ടുകളാ, തേനുകളാ, ഈച്ചകളാ. അത് നെൽച്ചെടിന്റെ മുകളിൽ ഇരിക്കാൻ കയ്യിൽ വെക്കും. ഈ ക്രോസ് പോളിംഗ് നടക്കുന്ന രാത്രിയാ. ഒന്ന്. രണ്ടാമത് ഒരു നെല്ലിന്റെ കതിര് കുലഞ്ഞിങ്ങനെ വരുമ്പോൾ അതിന്റെ മുകളിൽ ഒരു തത്തക്ക് ഇരിക്കാൻ പറ്റും. ഈ പൂമ്പൊടിന്റെ മുകളിൽ അതിന്റെ പാട്ടിക്ക് ഇരിക്കാൻ പറ്റില്ല. ഇത് 24 മണിക്കൂർ കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് ഇതിന്റെ എല്ലാം നടക്കുകയാണ്. ഇതിന്റെ പ്രക്രിയ മുഴുവൻ നടക്കുക. പിന്നെ ഇങ്ങനെ ക്രോസ് പോളിംഗ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എന്റെ അഭിപ്രായം. അതുകൊണ്ടാണ് എന്റെ വയലിലുള്ളത് 500-600 വർഷം പഴക്കമുള്ള നെൽവിത്തുകൾ എന്റെ അടുത്തുള്ളത്. തനത് വിത്തുകൾ മാറിയിട്ടുണ്ട്. എന്താ പറയുക, അതിന്റെ സ്വഭാവത്തിൽ മാറിയിട്ടുണ്ട്. എന്തുകൊണ്ട്? കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം, പെട്രോള്, ഡീസൽ, വൈദ്യുതീകരണങ്ങൾ, പിന്നെ അതുപോലെ തന്നെ കാറ്റിൽ കൂടി വരുന്ന സുഗന്ധങ്ങൾ, മറ്റ് ഇങ്ങനെ പലതരത്തിലുള്ള വസ്തുക്കൾ വരുമ്പോൾ അത് നമ്മൾ നെൽച്ചെടി ഏൽക്കുന്നു. മനസ്സിലായി? ഇപ്പൊ നമ്മൾ ടൗണിൽ കൂടി പോകും, നാറും, നമ്മൾ മൂക്ക് പിടിക്കും അല്ലെ, നിങ്ങൾ ഛർദ്ദിക്കുന്നു, ഈ നാറ്റം കൊണ്ട്. ഇങ്ങനെ പല വ്യത്യാസങ്ങളുണ്ടാകും. അത് ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം. ശരിയാണ്. എന്ത് തന്നെയാലും നമ്മുടെ തനത് വിത്തുകൾ സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്ക് തന്നെയാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ നമുക്ക് ഭക്ഷ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അപ്പൊ ഈ തനത് വിത്തുകൾ മാത്രം നെൽകൃഷി ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയുള്ള നെല്ലോ അല്ലെങ്കിൽ അരിയോ കിട്ടാൻ സാധ്യതയില്ലല്ലോ. കഴിയും. കാരണം എന്താ അറിയാം, നെല്ല് മാത്രമല്ലല്ലോ, നമുക്ക് ചെറുധാന്യങ്ങളുണ്ടല്ലോ. രാജിയുണ്ട്, ചാമയുണ്ട്, തെനയുണ്ട്, കിഴങ്ങുണ്ട്, ഇഷ്ടം പോലെ കിഴങ്ങുവർഗ്ഗങ്ങളുണ്ട്. ഇതല്ലേ, കിഴങ്ങുവർഗ്ഗങ്ങളുണ്ട്, പിന്നെ ചെറുധാന്യങ്ങളുണ്ട്, നെല്ലുണ്ട്, ഒക്കെ ഉണ്ട്. ഞാൻ ഇവിടെ എത്ര ഭൂമിയാണ് തരിച്ചായി കിടക്കുന്നത്. ഇത് ഞാൻ ഇവിടെ ഒന്ന് നിങ്ങളെ വീട്ടില് ഇപ്പൊ നിങ്ങൾ 5 പേർക്ക് കൂടി എത്ര അരി വേണം എന്നൊരു ആവറേജ് കണക്ക് നിൽക്കണ്ടല്ലോ. അത് നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചാൽ മതി. പക്ഷെ അത് ഭൂമി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാങ്ങുക മാത്രം. അതൊക്കെ നമ്മൾ താൽക്കാലിക രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ഒരു മാർഗമാണെന്ന് ഞാൻ കാണും. താൽക്കാലിക രക്ഷപ്പെടാൻ വേണ്ടി, അല്ലാതെ ഭൂമിയുണ്ട് ഇവിടെ. അത് നമ്മൾ നോക്കിക്കണ്ടു നിൽക്കണം. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഇപ്പൊ നമുക്ക് ഇന്ത്യക്ക് 1000 ടണ്ണ് നെല്ല് വേണമെന്നിരിക്കട്ടെ, അതില് 99 ടൺ അരി നെല്ല് ഇവിടെ ഇട്ടിരിക്കണം. 1 ടണ്ണല്ലേ നോക്കുള്ളൂ. അത് നമുക്ക് അന്യ സംസ്ഥാനത്തേക്ക് മേടിക്കാം. ബാക്കി നമുക്ക് ചെയ്യാമോ? അത്രയും നമുക്ക് ഒരു വായ്പ മേടിക്കാം. ബാക്കി നമുക്ക് ചെയ്തിവിടെ. ഇത് മുഴുവൻ വെച്ച് നടക്കില്ല, എന്നാൽ ഒരു പണി എടുക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു ന്യായം പറഞ്ഞ് നടക്കല്ലേ. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഒരുപാട് കൃഷിയിടങ്ങൾ തരിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് കൃഷി ഇറക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരും കൃഷി വകുപ്പും ഒക്കെ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുന്നു, ഒരുപാട് പണം ചെലവഴിക്കുന്നു. പക്ഷെ അതൊന്നും ഒരു ലക്ഷ്യം കാണാതെ പോവുകയും ചെയ്യുന്നുണ്ട്. അതിന് ഒരു ബദൽ നിർദ്ദേശം വെക്കാൻ നമ്മുടെ കൃഷി വകുപ്പിന് മുമ്പാകെ രാമേട്ടന് വെക്കാനുള്ളത് എന്താണ്? കൃഷി വകുപ്പിന് വെക്കാനുള്ളതെന്ന് പറഞ്ഞാൽ കൃഷിയെ പറ്റി അറിയണം.
കൃഷി വകുപ്പ് മന്ത്രിന്ന് നല്ല കാര്യം കൃഷിയെപ്പറ്റി അറിയണം. മനസ്സിലായില്ലേ? കൃഷിയെപ്പറ്റി അറിയണം. ഒരു നാട്ടിൽ എത്ര ഭക്ഷ്യധാന്യങ്ങൾ അരി എത്ര വേണ്ടി വരുന്നത് ടാർഗറ്റ് ഉണ്ടാക്കണം. അതിനനുസരിച്ച് വിളവുണ്ടോ എന്ന് നോക്കണം. എന്നാലേ മുന്നോട്ട്. അപ്പം ഈ ബജറ്റ് സംവിധാനം വന്നോളൂ, ഓട്ടോമാറ്റിക് വരും. ഒന്നുകിൽ ഇരിപ്പു കൃഷി വരും, അല്ലെങ്കിൽ മറ്റുള്ള വിത്തുകൾ കൃഷി എല്ലാ പാടങ്ങളും പരമ്പുകളും ഒക്കെ കൃഷി ചെയ്യാൻ താല്പര്യം വരും. ഇതിപ്പോ എന്താണെന്നറിയാം മാഷ ഇപ്പോഴത്തെ സ്ഥിതി. ഓരോ വർഷവും ലക്ഷക്കണക്കിന് അപേക്ഷയാണ് ഭൂമി തരം മാറ്റാൻ വേണ്ടി കൊടുക്കുന്നത്. 5 സെന്റ് വീട് വെക്കാൻ ഭൂമി വേണമെന്ന് പറഞ്ഞിട്ട് ഭൂമി നിർത്താൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്നു. മനസ്സിലായില്ലേ? ഒരു വർഷം 1 ലക്ഷം അപേക്ഷ അങ്ങനെ ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും ഭൂമി എത്ര പോയി. ഇതിന്റെ ഗുഡ്സ് എന്താണെന്നുള്ളത് അവർ പഠിക്കണം. ആർക്ക് വേണ്ടിയാണിത്? എന്തിനു വേണ്ടിയാണ്? അപ്പൊ രമട്ട 75 വയസ്സിലേക്ക് എത്തി, പത്മശ്രീ കിട്ടി, ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അവിടെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, നാട്ടിലനുഭവം ഉണ്ട്, വീട്ടിലനുഭവം ഉണ്ട്, കുടുംബത്തിലനുഭവം ഉണ്ട്. എല്ലാത്തിലും ഒരുപാട് അനുഭവങ്ങളുടെ തലമുറയാണ്. അപ്പൊ 75-ാം വയസ്സിൽ എത്തിയിരിക്കുന്ന ഈ സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ രാമേട്ടൻ ഈ ജീവിതത്തിൽ പൂർണ്ണമായും സംതൃപ്തനാണ്. അതായത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേ 60-70 വയസ്സ് പ്രായമുള്ള ആളുടെ കാലശേഷം കൃഷി പരിപൂർണ്ണം നിൽക്കാൻ പറ്റും. നിലവിൽ 60 വയസ്സുള്ള ആള് 60-70 വയസ്സിന്റെ കാലശേഷം ഇവിടെ കൃഷി ഉണ്ടാവില്ല. കാരണം ഇപ്പോഴത്തെ മക്കൾ കൃഷിയിലേക്ക് വരില്ല. പിന്നെ ഇതിപ്പോ ആരാ കൊണ്ടുനടക്കാം? അപ്പൊ അങ്ങനെ ആകുമ്പോ കേരളം മുഴുവൻ തരിശായി മാറും മാത്രമല്ല, നമ്മളിത് മറ്റുള്ള വിദേശികൾക്ക് അല്ലെങ്കിൽ വിദേശ പുസ്തകങ്ങൾക്ക് അടിയാറ് പറയുന്നത്. അവർ പറയും ഒരു കാര്യം ഭൂമി മുഴുവൻ തന്നെ ഭക്ഷണങ്ങൾ അങ്ങനെ വരാൻ പോകും. അത് വലിയൊരു നിഗമനമാണല്ലോ. അതാ ഇനി വരാൻ പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ മോനെ കൃഷി അറിയില്ലല്ലോ. കുട്ടികൾക്ക് അച്ഛൻ അമ്മ കൃഷി പഠിപ്പിക്കണം, അച്ഛൻ കൃഷി പഠിപ്പിക്കണം, അമ്മ പാകപ്പെടുത്താൻ പഠിപ്പിക്കണം. സ്കൂളിൽ നിന്ന് മാഷന്മാരെ പുസ്തകം പഠിപ്പിക്കണം. സ്കൂളിൽ നിന്ന് കുട്ടികളെ മാഷന്മാരെ പഠിപ്പിക്കാം, വീട്ടിൽ നിന്ന് അച്ഛനമ്മയും പഠിപ്പിക്കുക. ഏത് പഠിപ്പിക്കുക? കൃഷി ചെയ്തും ഭക്ഷണം ഉണ്ടാക്കിയും സ്വന്തം ഉണ്ടാക്കി കഴിക്കാനുള്ള പ്രാപ്തി അവനെ വരുത്തുക. 18 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യം പോയി അവർ നമ്മുടെ വിട്ടു. അപ്പോഴേക്കും അവന് കൃഷി പഠിച്ചോളോ, അപ്പോഴേക്കും അവൻ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചോളോ. നമ്മുടെ രാജ്യം എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി നമുക്ക് ഇന്ന് പ്രവചിക്കാൻ കഴിയില്ല. എന്ത് സംഭവിക്കാൻ പോകുന്നത് പ്രവചിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കയ്യിൽ ബജറ്റ് സംവിധാനം ഉണ്ടാവണം. നിർബന്ധമായി കുട്ടികൾ കൃഷി പഠിച്ചേ മതിയോ. കൃഷി പഠിച്ചില്ല എങ്കിൽ നമ്മൾ അന്യന്റെ ഭക്ഷണം കഴിച്ച് ജീവിക്കേണ്ട ഗതികേട് വരും. അന്യന്റെ ഭക്ഷണം കഴിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം മോശമാവും. നമ്മളും മൃഗങ്ങളെ പോലെ പക്ഷികളെ പോലെ സ്വന്തം ഭക്ഷണം ഉണ്ടാക്കി തിന്നു പഠിക്കണം എന്നാണ് കുട്ടികളോട് ഞാൻ പറയാറ്. എന്തായാലും സന്തോഷം രാമേട്ട. നമുക്ക് ഇത്രയും സമയം കാരവൽ മീഡിയക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായി ശ്രോതാക്കളൊന്നും പറയാനുണ്ട്. എന്തെങ്കിലും രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.